മിഷൻ VFA ബെവ്കോ LDCയുടെ രണ്ടാമത്തെ റിവിഷൻ ഡേ 2ൻ്റെ സെക്കൻഡ് റിവിഷനാണ് ഇന്ന്. ടോപ്പിക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം കൂടാതെ ജോഗ്രഫിയിലെ മാപ്സും പിന്നെ ജ്ഞാനപീഠത്തിൻ്റെ ബാക്കി പാർട്ടും കൂടിയാണ്. ഇന്നോടുകൂടി ജ്ഞാനപീഠം തീരും. നോക്കാം. ജോഗ്രഫിയിലെ മാപ്പ് നോക്കാം. മാപ്പിൻ്റെ അകത്ത് അതിൽ ആദ്യമേ തന്നെ കൊളംബസ് എന്ന് പറയുന്ന ആൾ 1492 യാത്ര ചെയ്തത്. അതുപോലെ മെഗല്ലൻ എന്നയാൾ 1519 യൂറോപ്പിൽ നിന്ന് യാത്ര തിരിച്ചത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ പസഫിക് സമുദ്രം പിന്നിട്ട് യൂറോപ്പിൽ തിരിച്ചെത്തുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ അവർ മക്ടാൻ ദ്വീപിലെത്തിയപ്പോൾ അവിടുത്തെ ദ്വീപ് നിവാസികളുമായി യുദ്ധത്തിലേർപ്പെട്ട് മഗല്ലൻ കൊല്ലപ്പെടുന്നു. ബാക്കിയുള്ള ആളുകൾ 1522 യൂറോപ്പിൽ തന്നെ തിരിച്ചെടുക്കുന്നു. അപ്പോൾ 1519 മെഗല്ലൻ യാത്ര തിരിച്ചത്. പിന്നീട് പറയാനുള്ള ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമിയെ പറ്റിയാണ്. 2012 നവംബറിൽ സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിക്കാൻ മുംബൈയിൽ നിന്ന് യാത്ര തിരിച്ച ആളാണ് അഭിലാഷ് ടോമി. അങ്ങനെ 2013 അടുത്ത വർഷം മാർച്ച് 31 യാത്ര തിരിച്ചു വന്നു. അതുപോലെ തന്നെ ഗോൾഡൻ ഗ്ലോബ് റേസിൽ പങ്കെടുത്ത റേസ് പൂർത്തിയാക്കുന്ന ആദ്യ ഏഷ്യക്കാരനാണ്. ആദ്യ ഏഷ്യക്കാരൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഇന്ത്യക്കാരനും ആദ്യത്തെ മലയാളിയുമാവും. പിന്നീട് ഭൂപട നിർമ്മാണ ശാസ്ത്ര ശാഖ അറിയപ്പെടുന്ന പേര് എന്താണ്? കാർട്ടോഗ്രാഫി എന്നാണ്. ഭൂപടം നിർമ്മിക്കുന്നവർ അറിയപ്പെടുന്ന പേര് എന്താണ്? കാർട്ടോഗ്രാഫർ എന്നതാണ്. ഇനി വരുന്നത് ആദ്യത്തെ ഭൂപടം വരച്ചതായി കരുതപ്പെടുന്ന ഗ്രീക്ക് തത്വചിന്തകൻ ആരാണ്? അനാക്സിമാൻഡർ ആണ്. അതായത് ഇന്ന് വരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഭൂപടം എന്ന് പറയുന്നത് മെസപ്പൊട്ടേമിയയിലെ കളിമണ്ണിൽ നിർമ്മിച്ച ചുട്ടെടുത്ത ഫലകങ്ങളിലൊക്കെ നിർമ്മിച്ച ഭൂപടങ്ങളാണ്. എന്നാൽ ഗ്രീക്കുകാരുടെ രീതിയിൽ ഭൂപടങ്ങൾ തയ്യാറാക്കിയിരുന്നത് തുകലിലും വെങ്കല ഫലകങ്ങളിലുമായിരുന്നു. അപ്പം അങ്ങനെ തയ്യാറാക്കിയതിൽ അതായിരുന്നു അനാക്സിമെൻഡറുടെ കാലത്താണ് ഇങ്ങനെ തയ്യാറാക്കിയിരുന്നത്. അങ്ങനെ ആദ്യത്തെ ഭൂപടം വരച്ചതായി കരുതപ്പെടുന്ന ഗ്രീക്ക് തത്വചിന്തകനാണ് അനാക്സിമാൻഡർ. അതുപോലെ ഭൂപട നിർമ്മാണത്തിൽ സംഭാവന നൽകിയ ആൾക്കാരാണ് ഇറാസ്തോസ്തനീസ്. അതായത് ഇറാസ്തോസ്തനീസ് എന്ന് പറയുന്ന ആളാണ് ഭൂമിയുടെ ചുറ്റളവ് കണക്കാക്കിയ ആൾ. അതുപോലെ തന്നെ ജോഗ്രഫി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഇറാസ്തോസ്തനീസ് ആണ്. എന്നാൽ ജോഗ്രഫി എന്ന പുസ്തകം എഴുതിയത് ടോളമിയാണ്. പിന്നീട് ആധുനിക ഭൂപടത്തിൻ്റെ നിർമ്മാണ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്റർ ആണ്. നമ്മൾ പറഞ്ഞിരുന്നു ഭൂപടം കാറ്റത്ത് പറന്നുപോയി. പുതിയ ഭൂപടമായിരുന്നു കാറ്റത്ത് പറന്നുപോയി. മെർക്കാറ്റർ ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ്. എന്നാൽ ആദ്യമായി വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയത് എബ്രഹാം ഓർട്ടേലീസ് ആണ്. ഓട്ടയുള്ള അറ്റ്ലസ് ആയിരുന്നു. പുതിയതാണ്, പക്ഷെ ഓട്ടയുള്ള അറ്റ്ലസ് ആയിരുന്നു. എബ്രഹാം ഓർട്ടേലീസ് ആദ്യമായി വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സർവേ നടപടികൾ ആരംഭിച്ചത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിരുന്നു. അതിന് നേതൃത്വം നൽകിയത് വില്യം ലാംപ്ടൺ ആണ്. ഇന്ത്യയിൽ തെക്കേ അറ്റിൽ നിന്ന് ആരംഭിച്ചതാണ് 1800-1802 കാലഘട്ടത്തിൽ. ഈ സർവേ നടപടികൾക്ക് ഉപയോഗിച്ച ഉപകരണം തിയോഡലൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ വില്യം ലാംപ്ടന് സർവേ പൂർത്തിയാക്കാൻ പറ്റില്ല, അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അത് പൂർത്തീകരിച്ചത് ജോർജ് എവറസ്റ്റ് എന്ന് പറയുന്ന ആളാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനുമൊക്കെയുള്ള ചുമതലയുള്ള കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. ഭൂപടം തയ്യാറാക്കുന്നതിന് ശാസ്ത്രശാഖ ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രാഫി എന്ന് പറഞ്ഞു. ഭൂപടങ്ങൾ തയ്യാറാക്കുന്നവർ അറിയപ്പെടുന്നതാണ് കാർട്ടോഗ്രാഫർ. ഇതൊക്കെ ഫ്രഞ്ച് പദത്തിൽ നിന്ന് വന്നതാണ്. ഇനി ഒരു സ്ഥലത്തിൻ്റെ സവിശേഷതകൾ, ഒരു ഭൂപടം നിർമ്മിക്കണമെങ്കിൽ അത് നമ്മൾ ഓർമ്മയിൽ നിന്ന് ആ പ്രദേശത്തെ നോക്കി വരച്ചെടുക്കുന്ന ചിത്രങ്ങളാണ് രേഖാചിത്രം. എന്നാൽ കറക്റ്റ് അളവിലും സ്ഥാനവും ദിക്കൊക്കെ വെച്ച് രേഖപ്പെടുത്തുന്നതിനെയാണ് പ്ലാൻ എന്ന് പറയുന്നത്. ഈ ഒരു ഭൂപടം ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ആവശ്യമായ ഘടകങ്ങളാണ് തലക്കെട്ട്, തോത്, ദിക്ക്, സൂചിക, അക്ഷാംശ രേഖാംശീയ രേഖ, സ്ഥാനങ്ങൾ, അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും. എന്തൊക്കെയാണ്? തലക്കെട്ട്, തോത്, ദിക്ക്, സൂചിക, അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം, അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും. തലക്കെട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്ത് ഭൂപടമാണെന്ന് ഉദ്ദേശിക്കുന്നത്. തോത് എന്ന് പറയുന്നത് അതിൻ്റെ റേഷ്യോ ഒക്കെ, അകലം എത്ര റേഷ്യോയിലാണ് വരുന്നതെന്നൊക്കെ. ഈ തോതനുസരിച്ച് 3 രീതിയിൽ ഇതിനെ തോത് രേഖപ്പെടുത്താം. 1 പ്രസ്താവന രീതി, 2 ഭിന്നക രീതി, 3 രേഖാരീതി. ഈ പ്രസ്താവന രീതി എന്ന് പറയുന്നത് നമ്മൾ ഒരു ഉദാഹരണം 1 സെൻറ്റിമീറ്റർ 2 കിലോമീറ്റർ 2 കിലോമീറ്ററിനെ സൂചിപ്പിക്കുന്ന 1 സെൻറ്റിമീറ്റർ ആണ് ഈ സ്കെയിലിൽ എന്നുള്ളതാണ്
പ്രസ്താവന രീതി. എന്നാൽ ഭിന്നക രീതി എന്ന് പറയുമ്പോൾ റേഷ്യോയിലാണ് വരുന്നത്. അതായത് 1:50,000 എന്ന് പറയും. അതായത് ഇവിടെ ഒരു സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ ഒരു മീറ്റർ എന്ന് വെച്ചിരിക്കുന്നത് അവിടുത്തെ 50,000 മീറ്ററാണ്, അല്ലെങ്കിൽ 50,000 കിലോമീറ്ററിനെയാണ് ഇവിടെ ഒരു സെൻറ്റിമീറ്റർ ആക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ റേഷ്യോ രീതിയിൽ ഇരുന്നാണ് ഭിന്നക രീതി. രേഖാരീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂപടത്തിൽ തോത് വരച്ച് തന്നെ രേഖപ്പെടുത്തുന്ന രീതിയാണ് രേഖാരീതി. ഇനി വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഭൂപടങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഭൂപടത്തിന് പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളാണ് തീമാറ്റിക് ഭൂപടങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടത്തെ രണ്ടാക്കി തിരിക്കാം. ഒന്ന് ഭൗതിക ഭൂപടങ്ങൾ എന്നും രണ്ട് സാംസ്കാരിക ഭൂപടങ്ങൾ എന്നും. ഫിസിക്കൽ മാപ്സും കൾച്ചറൽ മാപ്സും. ഈ പ്രകൃതിദത്തമായ കാര്യങ്ങൾ, ഭൂപ്രകൃതി, കാലാവസ്ഥ, അങ്ങനെയുള്ള പ്രകൃതിദത്തമായ കാര്യങ്ങളെല്ലാം അടങ്ങുന്നതാണ് ഭൗതിക ഭൂപടങ്ങൾ. ഉദാഹരണം കാലാവസ്ഥാ ഭൂപടം, മണ്ണ് ഭൂപടം, നൈസർഗിക സസ്യജാല ഭൂപടം, ജ്യോതിശാസ്ത്ര ഭൂപടം, ഭൂപ്രകൃതി ഭൂപടം, ദിനാവസ്ഥാ ഭൂപടം. ഇതൊക്കെ ഭൗതിക ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്. എന്നാൽ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ കാണിക്കുന്ന ഭൂപടങ്ങളാണ് കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തി, അങ്ങനെയൊക്കെ. രാഷ്ട്രീയ ഭൂപടം, കാർഷിക ഭൂപടം, വ്യാവസായിക ഭൂപടം ഇതൊക്കെ സാംസ്കാരിക ഭൂപടത്തിന് ഉദാഹരണമാണ്. ഇനി ഭൂപടത്തിന്റെ തോതിന്റെ അടിസ്ഥാനത്തിൽ ചെറിയ തോത് ഭൂപടങ്ങളെന്നും വലിയ തോത് ഭൂപടങ്ങളെന്നും പറയാറുണ്ട്. ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് അറ്റ്ലസ് ഭൂപടവും ഷുമർ ഭൂപടങ്ങളും, വാൾ മാപ്സും അറ്റ്ലസ് മാപ്സും. എന്നാൽ വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് കഡസ്ട്രിയൽ മാപ്സും ടോപ്പോഗ്രഫിക്കൽ മാപ്സും. കഡസ്ട്രിയൽ ഭൂപടവും ധരാതലീയ ഭൂപടവും വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്. നമ്മൾ പറഞ്ഞു ലോകത്തിൽ ആദ്യമായി ഭൂപടം നിർമ്മിച്ച ഗ്രീക്ക് തത്വചിന്തകനാണ് അനാക്സിമാൻഡർ എന്ന് പറയുന്നത്. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന മെർക്കാറ്റർ ആണെന്നും പറഞ്ഞു. ആധുനിക ഭൂപടങ്ങൾ ചേർത്ത് ആദ്യമായി അറ്റ്ലസ് തയ്യാറാക്കിയത് എബ്രഹാം ഓട്ടേലിയസ് ആണെന്നും പറഞ്ഞു. അക്ഷാംശ രേഖാംശ രേഖകളുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി ഭൂപടം നിർമ്മിച്ചത് ആരാണെന്നറിയാം? ടോളമിയാണ്. അക്ഷാംശ രേഖാംശ രേഖകളുടെ സഹായത്തോടെ സ്ഥാനനിർണയം നടത്തുന്ന രീതി ആവിഷ്കരിച്ച വ്യക്തി ഹിപ്പാർക്കസ് ആണ്. അത് വെച്ച് ഭൂപടം നിർമ്മിച്ചതാണ് ടോളമി. ഹിപ്പാർക്കസ് ആണ് ആദ്യമായിട്ട് സ്ഥാനനിർണയം നടത്തിയത്. ബ്രിട്ടീഷുകാര് ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഇഞ്ച്, ഫർലോങ്, മൈൽ ഇതൊക്കെ അറിയപ്പെടുന്ന ഈ യൂണിറ്റുകളൊക്കെ അറിയപ്പെടുന്ന ബ്രിട്ടീഷ് സിസ്റ്റം എന്നാണ് കേട്ടോ. എന്നാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടപ്പം പ്രചാരത്തിൽ വന്ന യൂണിറ്റുകളാണ് മെട്രിക് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് സെന്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ ഒക്കെയാണ്. ഇനി ഭൂപടത്തിലെ നിറങ്ങളും ചിഹ്നങ്ങളും സൂചിപ്പിക്കുന്നതാണ് സൂചിക എന്ന് പറയുന്നത്. എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കാണിക്കുന്നതാണ്. ഇനി ഭൂപടത്തിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഓപ്പിസോമീറ്ററും റോട്ടോമീറ്ററും. ഇനി ഭൂപടത്തിലൂടെ ഒരു സ്ഥലത്തിന്റെ വിസ്തീർണം കണക്കാക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് പ്ലാനിമീറ്റർ. ഭൂപടത്തിലൂടെ തന്നെ ഒരു സ്ഥലത്തിന് എത്ര വിസ്തീർണമുണ്ട് എന്ന് കണക്കാക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് പ്ലാനിമീറ്റർ. ഇനി ആദ്യമായി ഗ്ലോബ് നിർമ്മിച്ച ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ ആരാണെന്നറിയുമോ? മാൽത്യൂസ് ആണ്. ആദ്യമായിട്ട് ഗ്ലോബ് നിർമ്മിച്ച ഗ്രീക്ക് ശാസ്ത്രജ്ഞനാണ് മാൽത്യൂസ്. ഇനി സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ ആണ്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ധരാതലീയ ഭൂപടങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ എന്നാണ്. പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തി ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന ഭൂപടത്തിന് പറയുന്ന പേരാണ് കഡസ്ട്രിയൽ ഭൂപടങ്ങൾ. ഗ്രാമഭൂപടങ്ങളൊക്കെ കഡസ്ട്രിയൽ ഭൂപടത്തിന് ഉദാഹരണമാണ്. ഭൂമിയിലെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ചുമർ ഭൂപടങ്ങൾ, വാൾ മാപ്സ് എന്ന് പറയും. ഈ ധരാതലീയ ഭൂപടങ്ങളും കഡസ്ട്രിയൽ ഭൂപടവും ചെറിയ തോത് ഭൂപടത്തിന് ഉദാഹരണമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ധരാതലീയ ഭൂപടം എന്ന് പറയുന്നത് പ്രകൃതിദത്തമായ മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമ സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടമാണ് ടോപ്പോഗ്രഫിക് മാപ്പുകൾ അഥവാ ധരാതലീയ ഭൂപടങ്ങൾ. ഈ ലോകത്തിലെ മുഴുവൻ വൻകരകളെയും ഒരു ടോപ്പോഗ്രഫിക് മാപ്പിൽ വെക്കുകയാണെങ്കിൽ അത് 2,2,2,2 അതായത് 2222 ഷീറ്റുകൾ ഉണ്ടാവും. അത്രയും ഷീറ്റുകളായിട്ടാണ് മുഴുവൻ വൻകരകളുടെയും മാപ്പ്, ടോപ്പോഗ്രഫിക് മാപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ സമീപ രാജ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഭൂപട പരമ്പരയിലെ ഷീറ്റുകളുടെ തോത് എന്ന് പറയുന്നത് 1:10 ലക്ഷമാണ്. അതുകൊണ്ട് അതിനെ മില്യൺ ഷീറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. 10 ലക്ഷം എന്ന് പറയുമ്പോൾ മില്യൺ ആണല്ലോ. ഇനി ധരാതലീയ ഭൂപടങ്ങൾ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്ന രേഖകൾ എന്നറിയപ്പെടുന്നത് എന്താണ്? നോർത്തിങ്സ് എന്നാണ്.
എന്നാൽ വലിപ്പമേറിയ ഭൂസവിശേഷതകളുടെ സ്ഥാനം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഗ്രിഡ് റെഫറൻസിന് 4 ഗ്രിഡ് റെഫറൻസ് എന്ന് പറയുന്നു. എന്നാൽ വലിപ്പം കുറഞ്ഞ ഭൂസവിശേഷതകളുടെ സ്ഥാനം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഗ്രിഡ് റെഫറൻസിന് പറയുന്നതാണ് 6 ഗ്രിഡ്. ഈ ടോപ്പോഗ്രഫിക് മാപ്പ് അഥവാ ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരങ്ങൾ ചിത്രീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് കോണ്ടൂർ രേഖകൾ, ഫോം ലൈനുകൾ, സ്പോട്ട് ഹൈറ്റ്, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്, ബെഞ്ച് മാർക്ക്. ഇതൊക്കെ ഉയരം ചിത്രീകരിക്കാൻ, ഉയരം അതിൻ്റെ അകത്ത് രേഖപ്പെടുത്താൻ, ചിത്രീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതികളാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിൽ സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ. ഒരേ ഉയരത്തിലുള്ളതിനെ വരയ്ക്കുന്ന രേഖ വരയ്ക്കും. ഒരേ ഉയരങ്ങളിലുള്ളതിനെ യോജിപ്പിച്ച് രേഖകൾ വരയ്ക്കുക. ആ രേഖയാണ് കോണ്ടൂർ രേഖ. ഓക്കെ. എന്നാൽ ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാത്ത രേഖകളാൽ ചിത്രീകരിക്കുന്നു. ഈ മാർഗമാണ് ഫോം ലൈനുകൾ. അപ്പം തുടർച്ചയില്ലാത്ത ഇങ്ങനത്തെ ഫോം ലൈനുകൾ കണ്ടാൽ വിചാരിക്കണം ദുർഘടമായ പ്രദേശമാണ്, അവിടെ ഉയരമുള്ള സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ, അതിൻ്റെ ഉയരമൊക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി ഒരു പ്രത്യേക സ്ഥാനത്തിന്റെ ഉയരം കാണിക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്ന മാർഗമാണ് സ്പോട്ട് ഹൈറ്റുകൾ. ഒരു സ്പോട്ട് ഇട്ടിട്ട് അവിടെ അതിന്റെ ഹൈറ്റ് രേഖപ്പെടുത്തും. അതാണ് സ്പോട്ട് ഹൈറ്റുകൾ. കറുത്ത ബിന്ദു ഇല്ലാതെയും രേഖപ്പെടുത്താറുണ്ട് കേട്ടോ. ഇനി ട്രിഗ്നോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തുന്ന സ്ഥലത്തിന്റെ ഉയരം ഒരു പ്രത്യേക ചിഹ്നത്തോടെ ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തുന്നു. ഇതാണ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് എന്നറിയപ്പെടുന്നത്. ഇനി ജലസംഭരണികൾ, പ്രധാന കെട്ടിടങ്ങൾ മുതലായ സ്ഥലങ്ങളിൽ ഉയരം BM എന്ന അക്ഷരത്തോടൊപ്പം ചേർക്കുന്നു. ഇതാണ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. ഇനി കുറെ സമരേഖകൾ, ഒരേ ടെമ്പറേച്ചർ ഉള്ള സ്ഥലത്ത് ഒരേ പ്രഷർ, അങ്ങനെയുള്ളതിനൊക്കെ പേരുണ്ട്. ഐസോഹൈൻ, ഐസോഹെയിൽസ്, ഐസോഹെയ്റ്റ്സ്, ഐസോറൈമുകൾ, അങ്ങനെയൊക്കെ. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവർ കാണുക. പിന്നെ ധരാതലീയ ഭൂപടത്തിലെ കളറുകളും അതിൻ്റെയും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കാണുക. ഇനി ജ്ഞാനപീഠം നേടിയ ഗദ്യ സാഹിത്യകാരന്മാരുടെയാണ് നോക്കുന്നത്. 1980 ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളത്തിലെ ആദ്യ നോവലിസ്റ്റ് ആരാണ്? SK പൊറ്റക്കാട്. 1980 SK പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനാക്കിയ നോവൽ ഏതാണ്? ഒരു ദേശത്തിന്റെ കഥ. അതിരാണിപ്പാടം എന്ന പ്രദേശം SK പൊറ്റക്കാടിന്റെ ഏത് നോവലിന്റെ പശ്ചാത്തലമാണ്? ഒരു ദേശത്തിന്റെ കഥ. കോഴിക്കോട് മിഠായി തെരുവിന്റെ പശ്ചാത്തലത്തിൽ SK പൊറ്റക്കാട് രചിച്ച നോവൽ ഏതാണ്? ഒരു തെരുവിന്റെ കഥ. കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന SK പൊറ്റക്കാടിന്റെ നോവൽ ഏതാണ്? വിഷകന്യക. നാടൻ പ്രേമം ആരുടെ നോവലാണ്? SK പൊറ്റക്കാട്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സഞ്ചാര സാഹിത്യ കൃതികൾ രചിച്ചിട്ടുള്ളത് ആരാണ്? SK പൊറ്റക്കാട്. കാപ്പിരികളുടെ നാട്ടിൽ, നൈൽ ഡയറി, ബാലിദ്വീപ്, സോവിയറ്റ് ഡയറി, ലണ്ടൻ നോട്ട്ബുക്ക്, ഇതൊക്കെ SK പൊറ്റക്കാടിന്റെ സഞ്ചാര കൃതികളാണ്. SK പൊറ്റക്കാടിന്റെ ആത്മകഥയുടെ പേരെന്താണ്? എൻ്റെ വഴിയമ്പലങ്ങൾ. അടുത്തത് മലയാളത്തിന്റെ മോപ്പസാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? തകഴി. തകഴിയുടെ ആദ്യ നോവൽ ഏതാണ്? ത്യാഗത്തിന് പ്രതിഫലം. തകഴിയെ പ്രശസ്തനാക്കിയ ആദ്യ നോവൽ തോട്ടിയുടെ മകനാണ്. തോട്ടിയുടെ മകനിലെ പ്രധാന കഥാപാത്രം ആരാണ്? ചുടലമുത്തു. ജന്മിത്വത്തിന്റെ ദുഷ്പ്രവർത്തികൾ പശ്ചാത്തലമാക്കിയുള്ള തകഴിയുടെ ആദ്യ നോവൽ ഏതാണ്? രണ്ടിടങ്ങഴി. തകഴിയുടെ സിനിമയാക്കപ്പെട്ട ആദ്യ നോവൽ ഏതാണ്? രണ്ടിടങ്ങഴി. കൃഷിഭൂമി കർഷകൻ എന്ന മുദ്രാവാക്യമാണ് അതിലുള്ളത്. അടുത്ത് ചെമ്പൻകുഞ്ഞ്, കറുത്തമ്മ, പരീക്കുട്ടി, പളനി എന്നിവർ കഥാപാത്രമാകുന്ന പ്രസിദ്ധമായ നോവൽ ഏതാണ്? ചെമ്മീൻ. പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ സിനിമ ഏതാണ്? ചെമ്മീനാണ്. 1965. സംവിധാനം രാമു കാര്യട്ട്. ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട മലയാള നോവലും ചെമ്മീനാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവൽ ഏതാണ്? ചെമ്മീൻ. CP രാമസ്വാമി അയ്യർ കഥാപാത്രമാകുന്ന തകഴിയുടെ നോവൽ ഏതാണ്? ഏണിപ്പടികൾ. പുന്നപ്ര വയലാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട തകഴിയുടെ നോവൽ ഏതാണ്? തലയോട്. ചെല്ലപ്പൻ കഥാപാത്രമാകുന്ന തകഴിയുടെ നോവൽ ഏതാണ്? അനുഭവങ്ങൾ, പാളിച്ചകൾ. ചെമ്മീൻ എന്ന സിനിമയുടെ തിരക്കഥ രചിച്ചത് SL പുരം സദാനന്ദനാണ്. അടുത്ത മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവൽ ഏതാണ്? കയറാണ്. കയർ രചിച്ചത് തകഴിയാണ്. എന്നാൽ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? അവകാശികൾ. അവകാശികൾ രചിച്ചത് വിലാസിനിയാണ്. വിലാസിനിയുടെ യഥാർത്ഥ നാമം
MK മേനോൻ. അടുത്ത് 2 നൂറ്റാണ്ടിന്റെ കഥ പറഞ്ഞ തകഴിയുടെ നോവൽ ഏതാണ്? കയർ. അടുത്തത് ക്ലാസിപ്പർ, കോടന്ത്ര മൂത്താശാൻ എന്നീ കഥാപാത്രങ്ങളായുള്ള നോവൽ ഏതാണ്? കയറാണ്. മലയാളത്തിന്റെ ഏറ്റവും മികച്ച ചെറുകഥ ഏതാണ്? വെള്ളപ്പൊക്കത്തിൽ. വെള്ളപ്പൊക്കത്തിൽ രചിച്ചിരിക്കുന്നത് തകഴിയാണ്. കൃഷിക്കാരൻ, വെള്ളപ്പൊക്കത്തിൽ, ഞരക്കങ്ങൾ ഇതൊക്കെ തകഴിയുടെ ചെറുകഥയാണ്. തകഴിയുടെ ആത്മകഥ ഏതാണ്? ഓർമ്മയുടെ തീരങ്ങളിൽ. എന്നാൽ തകഴിയുടെ ആത്മകഥാപരമായ രചന ഏതാണ്? എൻ്റെ വക്കീൽ ജീവിതം. ഇനി കമലാക്ഷി അമ്മ എന്നതാണ് തകഴിയുടെ ഭാര്യയുടെ പേര്. ചെമ്മീൻ നോവലിന് പശ്ചാത്തലമായ കടപ്പുറം പുറക്കാട് കടപ്പുറമാണ്. ഇനി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം 1945 ആദ്യമായി പ്രസിദ്ധീകരിച്ച കൃതി ഏതാണ്? തകഴിയുടെ കഥകളാണ്. അടുത്ത സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ് MP പോൾ ആയിരുന്നു. മലയാളത്തിന്റെ ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് ആരാണ്? MT വാസുദേവൻ നായരാണ്. എന്നാൽ മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് V മാധവൻ നായരാണ്. സിനിക് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് M വാസുദേവൻ നായരാണ്. MT അല്ല, M വാസുദേവൻ നായരാണ് സിനിക്. V മാധവൻ നായരാണ് മാലി. MT വാസുദേവൻ നായരുടെ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏതാണ്? നാലുകെട്ടാണ്. MTക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആദ്യമായി നേടിക്കൊടുത്ത കൃതി ഏതാണ്? നാലുകെട്ടാണ്. 1970 MTക്ക് കേന്ദ്ര സാഹിത്യ അവാർഡ് നേടിക്കൊടുത്ത നോവൽ ഏതാണ്? കാലം. സാഹിത്യ അക്കാദമി അവാർഡ് ആദ്യമായി കിട്ടുന്നത് നാലുകെട്ടിനാണ്. എന്നാൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആദ്യമായിട്ട് കിട്ടുന്നത് കാലം എന്ന നോവലിനാണ്. വയലാർ അവാർഡ് രണ്ടാം ഊഴത്തിനാണ് കിട്ടുന്നത്. അടുത്തത് മഞ്ഞ്, അസുരവിത്ത്, കാലം ഇതൊക്കെ MTയുടെ നോവലാണ്. വിമല എന്ന കഥാപാത്രം MTയുടെ ഏത് നോവലിലാണ്? മഞ്ഞ് എന്നതിലാണ്. എന്നാൽ സേതു എന്ന കഥാപാത്രം ഏത് നോവലിലാണ്? കാലം എന്ന നോവലിലാണ്. അടുത്തത് ഭ്രാന്തൻ വേലായുധൻ എന്ന കഥാപാത്രം MTയുടെ ഏത് ചെറുകഥയിലാണ്? ഇരുട്ടിന്റെ ആത്മാവ്. മാണിക്യക്കല്ല്, ദയ എന്ന പെൺകുട്ടി ഇതൊക്കെ MTയുടെ ബാലസാഹിത്യ കൃതികളാണ്. MTയുടെ ആദ്യ തിരക്കഥ ഏതാണ്? മുറപ്പെണ്ണ് എന്ന സിനിമയുടെ തിരക്കഥയാണ്. എന്നാൽ 1973 സംവിധാനം ചെയ്ത പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ചലച്ചിത്രം ഏതാണ്? നിർമാല്യം. നിർമാല്യം എന്ന ചിത്രത്തില് നിർമാല്യം MTയുടെയാണ്. അതിലാണ് PJ ആന്റണിക്ക് ആദ്യമായിട്ട് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിക്കുന്നത്. PJ ആന്റണിക്കാണ്. നാഷണൽ അവാർഡ് ആദ്യമായിട്ട് കിട്ടുന്നത് PJ ആന്റണിക്ക്. ഏത് ചിത്രത്തിലാണ്? നിർമാല്യം. അടുത്തത് MTയും NP മുഹമ്മദും ചേർന്ന് രചിച്ച നോവലാണ് അറബിപ്പൊന്ന്. ആൾക്കൂട്ടത്തിൽ തനിയെ മലയാളത്തിലെ പ്രസിദ്ധനായ MT വാസുദേവൻ നായരുടെ യാത്രാ വിവരണമാണ് ആൾക്കൂട്ടത്തിൽ തനിയെ. MTക്ക് ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? വാനപ്രസ്ഥം. MTക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്തത് രണ്ടാം ഊഴം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് കാലം. ആദ്യമായിട്ട് സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത് നാലുകെട്ട്. കേരളം നാലുകെട്ട്, കേന്ദ്രം കാലം, വയലാർ രണ്ടാം ഊഴം, ഓടക്കുഴൽ വാനപ്രസ്ഥം. അടുത്തത് ഭീമൻ കഥാപാത്രമായിട്ടുള്ള MTയുടെ നോവൽ ഏതാണ്? രണ്ടാം ഊഴം. ഇതോടെ ജ്ഞാനപീഠം എന്ന ഭാഗവും തീർന്നിരിക്കുകയാണ്. ഇനി ക്ലോക്കിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. അടുത്ത വീഡിയോയുമായി നാളെ കാണാം. താങ്ക് യു.